വെൽക്കം ടു ഗ്രാഫിക്സ് ട്രീ. ഇന്ന് നമ്മൾ ഡിസംബർ 2025 മൊഡ്യൂൾ 4 ക്വസ്റ്റ്യൻ 7 ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. ഡ്രോ ഐസോമെട്രിക് വ്യൂ ഓഫ് എ സ്ക്വയർ പിരമിഡ്, സൈഡ് ഓഫ് ബേസ് 24 mm ആൻഡ് ഹൈറ്റ് 40 mm, റെസ്റ്റ് വിത്ത് ബേസ് സെൻട്രലി ഓൺ ദ സർക്കുലർ ഫേസ് ഓഫ് ദ ഹെമിസ്ഫിയർ ഓഫ് ഡയാമീറ്റർ 50 mm. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഐസോമെട്രിക് വ്യൂ എന്നാണ്. സോ നമ്മൾ എല്ലാ ആക്ച്വൽ മെഷർമെന്റിലേക്കും വരയ്ക്കുക. ഇവിടെ ഐസോമെട്രിക് സ്കെയിലിന്റെ ആവശ്യം വരുന്നില്ല. ആദ്യം നമുക്ക് XY ലൈൻ വരയ്ക്കാം. ആദ്യം നമുക്കൊരു സിമ്പിൾ ഡ്രോയിങ് വരച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് അതിന് ഒറിജിനൽ ഡ്രോയിങ് വരയ്ക്കാം കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ക്വയർ പിരമിഡ് ഒരു ഹെമിസ്ഫിയറിൻ്റെ മേലെ ഇരിക്കണു എന്നാണ്. സോ നമ്മുടെ ടോപ്പ് വ്യൂ എന്ന് നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഇതാണ് ഹെമിസ്ഫിയറിൻ്റെ മേൽഭാഗം. സ്ക്വയർ പിരമിഡ് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ ഹെമിസ്ഫിയറുടെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇതായിരിക്കും നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നുണ്ടാവുക. ഹെമിസ്ഫിയറുടെ ഡയമീറ്റർ 50 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ റേഡിയസ് 25 mm നമ്മളൊരു ആർക്ക് എടുത്ത് സർക്കിൾ വരയ്ക്കുന്നുണ്ടാവുക. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു സ്ക്വയർ വരയ്ക്കണം. സ്ക്വയറിൻ്റെ സൈഡ് 24 mm തന്നിരിക്കണം. സോ അതങ്ങനെ വരയ്ക്കാൻ നോക്കാം. സോ 24 mm ഹാഫ് 1.2 എടുക്കണം. സോ 1.2 ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ 1.2 വയ്ക്കുക. 1.2 cm വയ്ക്കുക. എന്നിട്ട് 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. അതേപോലെ ഇങ്ങനെ വെച്ച് വരയ്ക്കുക. സോ ഇവിടെ 1.2, ഇവിടെയും. ഇനി ഈ പോയിൻ്റ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്യാം. സോ 2.4 സൈഡിൽ നമുക്ക് സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ഇത് പിരമിഡായ കാരണം നമ്മൾ ലോങ്ങർ ആക്സിസ് മാർക്ക് ചെയ്യണം. ഇതിന് പേരിടാം ABCDO. നമ്മളിപ്പോൾ ടോപ്പ് വ്യൂ വരച്ചു. ഇനി ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ വേണ്ടിയിട്ട് സർക്കിളിൻ്റെ സെൻട്രലായിട്ട് വരയ്ക്കാം. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അത് XY ലൈനിൽ ജോയിൻ ചെയ്യുക. സോ ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് വരയ്ക്കണം. ഇനി ഹെമിസ്ഫിയർ വരയ്ക്കാനായിട്ട് 2.5 cm മുകളിലേക്ക് വരയ്ക്കുക. ഇനി കോമ്പസ് എടുത്ത് 2.5 റേഡിയസിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഈ ഹൈറ്റിൽ വേണം ആർക്ക് കട്ട് ചെയ്യാൻ. കാണിച്ചു തരാം. 2.5 എടുത്ത് ഇവിടുന്ന് ഈ ആർക്കിനെ ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് പിരമിഡ് വരയ്ക്കണം. അതിനായിട്ട് ഈ സെൻറ്ററിൽ നിന്ന് 1.2 cm ഒരു ലൈൻ വരയ്ക്കുക. 1.2 മെഷർ ചെയ്യുക. ഇതായിരിക്കും നമ്മുടെ പിരമിഡിൻ്റെ ബേസ്. ഇനി ഹൈറ്റ് വരയ്ക്കണം. ഹൈറ്റ് തന്നിരിക്കുന്നത് 40 mm ആണ്. സോ 4 cm ലൈൻ വരച്ച് ഈ തന്നിരിക്കുന്ന ബേസിക്ക് ജോയിൻ ചെയ്യാം. നമുക്കിത് ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഈ സൈഡ്സ് ഉണ്ടല്ലോ, സ്ക്വയറിൻ്റെ സൈഡ്സിന് മേലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടും വരയ്ക്കാം. ഇങ്ങനെയും വരയ്ക്കാം. നെയിം ചെയ്യാം. ഇത് A', D', ഇത് B', C', ഇത് O'. ഇനി നമുക്ക് ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാനായിട്ട് ഈ സർക്കിളിൻ്റെ ചുറ്റും ഒരു സ്ക്വയർ വരയ്ക്കണം. അന്നേരം നമുക്ക് ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ഐസോമെട്രിക് വ്യൂ ആണ് നമ്മൾ വരയ്ക്കുന്നത്. അത് കാരണം നമ്മളെല്ലാം ഒറിജിനൽ ലെങ്താക്കി യൂസ് ചെയ്യുക. ഇവിടെ ഐസോമെട്രിക് സ്കെയിൽ യൂസ് ചെയ്യുന്നില്ല. ഈ സ്ക്വയറിന് നെയിം ഇടാം PQRS എന്ന്. ഇനി ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാനായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക അതിൽ റാൻഡം ആയിട്ട്. ഇനി നമ്മുടെ പ്രൊട്രാക്ടറിൽ 30 ഡിഗ്രി രണ്ട് സൈഡിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് റാൻഡം ലെങ്ത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. ഇനി നമുക്ക് ഐസോമെട്രിക് പ്രൊജക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഈ സ്ക്വയറുടെ P ഭാഗത്ത് വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സോ P to Q ഡിസ്റ്റൻസ് എടുക്കുക. എന്നിട്ട് ഈ പോയിന്റ് PI വെച്ചിട്ട് ഇവിടെ Q പോയിന്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം P to S ഡിസ്റ്റൻസ് എടുക്കുക. P ഇവിടെ വെച്ച് ഇവിടെ SC ഡിസ്റ്റൻസ് വരയ്ക്കുക. പോയിന്റ് S എന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം S to R ഡിസ്റ്റൻസ് എടുക്കുക. ഒരു ആർക്ക് കട്ട് ചെയ്യുക. അതേപോലെ Q to R ഡിസ്റ്റൻസ് എടുക്കുക. ആർക്ക് കട്ട് ചെയ്യുക. ഈ പോയിന്റ് ആയിരിക്കും R. ഇനി എല്ലാ പോയിന്റ്സും ജോയിൻ ചെയ്യുക. ഈ ലൈൻസൊക്കെ നല്ല തിന്നായിട്ട് വേണം വരയ്ക്കാൻ. നിങ്ങൾ ഡാർക്കാക്കാൻ പാടില്ല, ഞാൻ വരച്ച പോലെ. ഇനി ഈ സ്ക്വയറുടെ സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കുക.
ഐസോമെട്രിക് പ്രൊജക്ഷനിൽ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് 4 സെൻറ്റർ മെത്തേഡ്. സർക്കിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു എലിപ്സ് പോലെയായിരിക്കും വരിക. സോ അതിനായിട്ട് നമ്മുടെ സ്ക്വയറുടെ ഈ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നിന്നൊരു ലൈൻ വരച്ച് ഒരു സെൻറ്റർ കണ്ടുപിടിക്കുക. ഇനി നമ്മുടെ ഈ പി പോയിന്റ് ഉണ്ടല്ലോ, പി പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ പിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റ്, ദാറ്റ് ഈസ് ആർ. ഈ ആറിന് ഇവിടേക്ക് ഒരു പോയിന്റ് വരയ്ക്കുക, ഇവിടേക്കൊരു പോയിന്റ് വരയ്ക്കുക. സിംപിളായി പറയണമെന്ന് വെച്ചാൽ ഈ 2 പോയിന്റിനെ നമ്മൾ വരച്ച സെൻട്രലിൽ വരച്ച ലൈനിൻ്റെ അറ്റത്തേക്ക് ജോയിൻ ചെയ്യുക. ഇനി ഈ പോയിന്റ് പിന്ന് ഈ ഡിസ്റ്റൻസിലെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ഇനി പോയിന്റ് ആറിൽ നിന്ന് ഈ 2 പോയിന്റിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക ഇങ്ങനെ. ഇതിനുശേഷം ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് ഇപ്പോൾ സെൻറ്ററോട് വരച്ച് ഈ സെൻറ്ററിൽ ഈ ലൈൻ വരച്ച് ഡയഗണൽ ഉണ്ടല്ലോ, ഈ ഡയഗണലും ഈ സ്റ്റാർ മാതിരത്തേത് ജോയിൻ ചെയ്യുന്ന ഈ ലൈനും ഉണ്ടല്ലോ, ഇവിടെ പോയിന്റ് വെച്ച് ഈ 2 ഭാഗത്തേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ഇനി ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ഇനി നമ്മുടെ ഹെമിസ്ഫിയറുടെ ഈ അടിഭാഗം നമുക്ക് വരയ്ക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ ഈ ഭാഗം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കിട്ടിയ ഈ എലിപ്സ് ഉണ്ടല്ലോ, ഇതിൽ സെൻട്രൽ പോയിന്റ് ചെയ്തിട്ട് എക്സ്ട്രീം റേഡിയസിന് ഒരു ആർക്ക് വരയ്ക്കുക, കട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഒരു റേഡിയസ് വരയ്ക്കുക. സോ നമ്മുടെ ഹെമിസ്ഫിയറുടെ ബോട്ടം പോർഷൻ കിട്ടി. ഈ റെഫറൻസിന് വരച്ച ഈ ലൈൻസൊക്കെ നമുക്ക് റബ്ബ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഹെമിസ്ഫിയർ മാത്രമേ ആവശ്യമുള്ളൂ. ഫുള്ളായി റബ്ബ് ചെയ്യാൻ പോലെ ലൈറ്റായിട്ട് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തു എന്ന് അറിയണം. ഇനി നമുക്ക് സ്ക്വയർ പ്രിസം വരയ്ക്കാനുണ്ട്. അതിനായിട്ട് സ്ക്വയർ പ്രിസം വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്ക്വയർ പ്രിസത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക് ഡിസ്റ്റൻസ് എടുക്കുക നമ്മുടെ കോമ്പസിൽ. അതിനുശേഷം ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിലേക്ക് നമ്മൾ ഈ എടുത്ത ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. ഇങ്ങനെ ഇവിടെ ഒന്ന്. ഇനി സ്ക്വയർ വരയ്ക്കണം. അതിനായിട്ട് നമ്മൾ റിഫറൻസ് ആയിട്ട് മുന്നേ വരച്ചിട്ടുണ്ടായിരുന്നില്ല, ഈ സ്ക്വയറിൻ്റെ വലിയൊരു സ്ക്വയർ ഇതിന് പാരലായിട്ട് ഇങ്ങനെ പോയി ഈ പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതേപോലെ ഇവിടെ നിന്നും ഇതേ രീതിക്ക് പാരലേ വരയ്ക്കുക. എല്ലായിടത്തും അതേ രീതിക്ക് വരയ്ക്കണം. നമുക്ക് കിട്ടിയ സ്ക്വയർ ഇതാണ് കേട്ടോ. റെഫറൻസ് ലൈനൊക്കെ നമുക്ക് റബ്ബ് ചെയ്യാം. ഇനി പിരമിഡ് ഹൈറ്റിനെ നമുക്ക് എടുത്ത് ഇവിടേക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇനി സ്ട്രെയിറ്റ് ലൈൻ ഈ ആർക്കൊന്ന് വരയ്ക്കുക. ഇതായിരിക്കും നമ്മുടെ പോയിന്റ്. ഇനി നമുക്കതിൻ്റെ എഡ്ജ് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഹിഡൻ ലൈൻസ് മാർക്ക് ചെയ്യണം. സോ ഈ ഭാഗം ഹിഡൻ ആണ്, ഹെമിസ്ഫിയറിൻ്റെ ഈ ഭാഗവും ഹിഡൻ ആണ്. ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ മില്ലിമീറ്ററിന് എഴുതാൻ മറക്കരുത്. എല്ലാ ഡയമെൻഷനും എഴുതിയിട്ടുള്ളൊരു ലാസ്റ്റ് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം.